സംസ്ഥാന ബജറ്റ് എപ്പോഴും കേരളത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. കേരളത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനം നടത്താവോ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ലോക സാഹചര്യം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യമൊക്കെ ഉണ്ട്. സാമ്പത്തിക രംഗത്ത് ചെറിയ തോതിലൊരു മരവിപ്പ് ലോകത്താകെ വലിയ തോതിൽ തന്നെയുണ്ട്. ഇന്ത്യയിൽ തന്നെ സാമ്പത്തിക രംഗത്തെ മരവിപ്പിനെ പറ്റി ഇന്നലത്തെ പ്രമുഖ പത്രങ്ങളുടെ സാമ്പത്തിക പേജ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാവണം, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവണം. ഈ കേരളത്തിൻ്റെ സാധ്യതകളെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ കാലത്തെ ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഉള്ള സമീപനമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ നമ്മുടെ വായ്പാ പരിധിയിൽ 5,000 കോടിയുടെ ഡിപ്പുണ്ടല്ലോ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ. അതെ, ഇപ്പോൾ നമ്മൾ കോടതിയിലും പോയി, കേസ് 25-ന് വരുന്നുള്ളൂ. അപ്പോൾ ഇനി പൈസ അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലാസ്റ്റിലെ ഡിപ്പുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇവർ കുറച്ചു എന്നുള്ളതിൻ്റെ കണക്ക് നിങ്ങൾക്കറിയാം. ഞാൻ ഉദാഹരണം പറയാം. കോവിഡ് സമയത്ത് നമുക്ക് പ്രത്യേക 5% എടുക്കാമായിരുന്നു. 48,000 കോടി രൂപ അന്ന് ബോറോയിങ്ങിന് പരിധി എടുക്കാമായിരുന്നു. കോവിഡ് ആയതുകൊണ്ടാണ്. ഈ വർഷം 22,000 കോടിയേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിലൊരു വലിയ കുറവ് നേരത്തെ തന്നെ വരുത്തിയിരുന്നു. ആ കുറവിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അറിയാമല്ലോ, 48,000-ന് 22,000 ആയിട്ട് ബോറോയിങ് കുറയുമ്പോൾ ഉണ്ടാകുന്ന എത്ര വലിയ കുറവാണ്. 4 വർഷം മുമ്പുള്ളതിനേക്കാൾ ഇത്രയും കുറച്ചു. അത് നമ്മൾ പൊതുവെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സാങ്കേതികത. നമ്മുടെ ട്രഷറി കിടക്കുന്ന പണം, ട്രഷറിയിലുള്ള കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാളും അധികമായ ഡെപ്പോസിറ്റുകൾ നമ്മുടെ ബോറോയിങ് ആയിട്ട് കൂട്ടും. 2017 മുമ്പ് ആ സംവിധാനം ഇല്ലായിരുന്നു, TSB. അതിനകത്ത് നമ്മൾക്ക് ഒരു വർഷം എടുക്കാൻ പറ്റുന്ന 13,000 കോടി രൂപ നമ്മൾ എടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ കണക്ക്. ആവറേജ് നിങ്ങൾ അത്ര എടുക്കും. പക്ഷേ നമ്മൾ 9,000 താഴെ എടുത്തിട്ടുള്ളൂ. AGയുടെ കണക്കുണ്ട് നമ്മുടെ. അത് അനുസരിച്ച് ആ കുറച്ചെടുത്തതിൻ്റെ 13,000 ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ 9,000 എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 4,000 തരണ്ടേ. അതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് ഇപ്പോൾ വന്നത്. അതെല്ലാം കൂടി കുറഞ്ഞു. അത് കുറയുമ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനകത്ത് നല്ലൊരു ഭാഗം അങ്ങ് വെട്ടിക്കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. സ്ഥിരമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യം പറയണ്ടല്ലോ. ഇങ്ങനെ വരുന്ന തീരുമാനങ്ങൾ ബുദ്ധിമുട്ടിക്കും. കേസ് പോയതുമായി കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇത് ഭരണപരമായ കാര്യമാണ്, മറ്റേത് പൊളിറ്റിക്കലായൊരു കാര്യമാണ്, അഡ്മിനിസ്ട്രേറ്റീവായൊരു കാര്യമാണ്. കാരണം ബോറോയിങ് ഇങ്ങനെ എടുക്കാവോ? കേന്ദ്ര ഗവൺമെൻറ്റിന് 6.4 എടുക്കാം, കേരളത്തിന് കഴിഞ്ഞ പ്രാവശ്യം 2.5 തന്നുള്ളൂ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ് 6.4 ആണ്. ഇപ്രാവശ്യം അവർ 5.9 എടുക്കുമെന്നാണ് അത്രേ ഇപ്പോഴത്തെ കണക്കുകൾ പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന വിവരം. ബജറ്റ് അവതരിപ്പിക്കുമ്പോഴേ ഫൈനൽ അറിയുള്ളൂ. അപ്പോൾ അവിടെയാണ് കേരളത്തിനും കേന്ദ്രത്തിനും 3% GSDPയുടെയും GDPയുടെയും 3% എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട്. ആ ധാരണ ഇരിക്കുമ്പം കേന്ദ്ര ഗവൺമെൻറ് 6.4 എടുക്കുന്നു, കേരളം 2.5 എടുക്കാവൂ എന്ന് പറയുന്നതിനകത്ത് എക്സോ വൈയോ ആണോ ഇവിടെ ഗവൺമെൻറ് എന്നുള്ളതല്ല പ്രശ്നം, കേരളം എന്നുള്ളതാണ് പ്രശ്നം. ആ കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം നാട്ടിൽ കൂടുതൽ സാമ്പത്തിക കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കൂടുതൽ റോഡ് പണിഞ്ഞാൽ, കൂടുതൽ കെട്ടിടം പണിഞ്ഞാൽ, കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് ഇത് ചിലവാക്കും. നിങ്ങളുടെ കൂടുതൽ പണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ കെട്ടിപ്പൂട്ടി വെക്കത്തില്ല. ഒരു ഷർട്ട് മേടിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമറ മേടിക്കും, അല്ലെങ്കിൽ ഒരു മൊബൈൽ മേടിക്കും. ഇത്തരം കാര്യങ്ങൾ നാട്ടിലുണ്ടാക്കുന്ന ആക്ടിവിറ്റി എപ്പോഴും വീണ്ടും അതിൽ നിന്ന് പണം ഉണ്ടാക്കും. കൂടുതലാൾക്ക് ജോലി കിട്ടും. സ്വാഭാവികമായിട്ട് കൂടുതലാൾക്ക് ജോലി കിട്ടും, അവർക്ക് വരുമാനം വരും, അതിൻ്റെ ഭാഗമായിട്ട് നികുതി വരും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും വരും. ഇതാണ് എക്കണോമിക് ആക്ടിവിറ്റിക്ക് എപ്പോഴും വേണ്ടത്. കൂടുതൽ പണം നമ്മുടെ സമൂഹത്തിലേക്ക് ചെല്ലണം, നാട്ടിലേക്ക് ചെല്ലണം. അതിനു പകരം പണം ചിലവാക്കാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പണം ചിലവാക്കാനുള്ള സാധ്യത കൂടി വെട്ടിക്കളയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പരസ്യത്തിനകത്ത് കുറവ് വരുന്നത് ചാനലുകളെ ബാധിക്കുമല്ലോ, TV പത്രങ്ങളെ ബാധിക്കുമല്ലോ. പരസ്യത്തിനകത്ത് കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? നാട്ടിൽ ആളുകൾ മേടിക്കുന്നത് കുറഞ്ഞാൽ പരസ്യത്തിന് കുറവ് വരും. അപ്പോൾ ഇത് നിങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ചാനലുകളിൽ ജോലി ചെയ്യുന്ന, പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ പരസ്യ വരുമാനം എപ്പോഴും കമ്പോളം ആക്റ്റീവ് ആകുമ്പോഴാണ് പരസ്യ വരുമാനം വരുന്നത്. പരസ്യ വരുമാനം വന്നാലേ പത്രങ്ങൾക്ക്, ചാനലുകൾക്ക് വരുമാനം കിട്ടും. ഇതെല്ലാ മേഖലയിലും ബാധകമാണ്. സാധാരണ തൊഴിലാളികളുടെ പണം കിട്ടണമെങ്കിൽ കൂടുതൽ നിർമ്മാണം നടക്കണം, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി നടക്കണം. അതിന് സഹായകരമായ നിലപാടല്ല എടുക്കുന്നത് കേന്ദ്രം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.